2025 ഓഗസ്റ്റ് 26 ചൊവ്വ. ചന്ദ്രിക മുഖപ്രസംഗം. നിശബ്ദമാക്കപ്പെടുന്ന സത്യത്തിൻ്റെ ശബ്ദങ്ങൾ. വീണ്ടുമൊരു കറുത്ത ദിനം ഫലസ്തീൻ്റെ ചരിത്രത്തിൽ എഴുതിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ഗസയിലെ ഖാൻ യൂനിസിലുള്ള നസർ ആശുപത്രിക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു വനിതയുൾപ്പെടെ 5 മാധ്യമപ്രവർത്തകർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ലോകത്തിനു മുന്നിൽ ഗസയിലെ യാഥാർത്ഥ്യങ്ങൾ എത്തിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി പ്രവർത്തിച്ച മുഹമ്മദ് സലാമ, ഹുസാം അൽ മസ്രി, മറിയം അബൂ ദഖ, മുആദ് അബൂ ത്വഹ, അഹമ്മദ് അബൂ അസീസ് ഇസ്രായേലിൻ്റെ ക്രൂരതയുടെ ഏറ്റവും പുതിയ ഇരകളായിരിക്കുന്നത്. അഭയകേന്ദ്രങ്ങളാകേണ്ട ആശുപത്രികൾ പോലും ശ്മശാനങ്ങളാക്കി മാറ്റുന്ന അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഇസ്രായേൽ നയത്തിൻ്റെ ഭീകരമായ മുഖമാണ് ഈ സംഭവം ഒരിക്കൽ കൂടി അനാവരണം ചെയ്യുന്നത്. ഈ ആക്രമണത്തിൽ മൊത്തം 20 പേരാണ് കൊല്ലപ്പെട്ടത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം യുദ്ധമുഖത്ത് ആശുപത്രികൾക്കും മാധ്യമപ്രവർത്തകർക്കും പ്രത്യേക പരിരക്ഷയുണ്ട്. ജനീവ കൺവെൻഷൻ അടക്കമുള്ള നിയമസംഹിതകൾ ഇത് വ്യക്തമായി പറയുന്നു. രോഗികളെയും പരിക്കേറ്റവരെയും പരിചരിക്കുന്ന ഇടങ്ങൾ, ജീവൻ രക്ഷിക്കാനുള്ള കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിക്കപ്പെടാൻ പാടില്ലാത്ത വിശുദ്ധ ഇടങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ സംഘർഷങ്ങളുടെ യഥാർത്ഥ ചിത്രം ലോകത്തെ അറിയിക്കുന്ന മാധ്യമപ്രവർത്തകർ സിവിലിയന്മാരായാണ് പരിഗണിക്കപ്പെടുന്നത്. അവർക്ക് നേരെയുള്ള ഏത് ആക്രമണവും ഗുരുതരമായ യുദ്ധക്കുറ്റമാണ്. എന്നാൽ ഇസ്രായേലിന് ഈ നിയമങ്ങളെല്ലാം പുല്ലുവിലയാണ്. കഴിഞ്ഞ കാലങ്ങളിലായി തുടരുന്ന ആക്രമണങ്ങൾ ഇത് വ്യക്തമാക്കുന്നു. ആശുപത്രികൾക്ക് നേരെ ബോംബുകൾ വർഷിക്കുന്നതും സത്യം വിളിച്ചു പറയുന്ന മാധ്യമപ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കുന്നതും ഇസ്രായേൽ ഒരു യുദ്ധതന്ത്രമായി തന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ലോകം തിരിച്ചറിയേണ്ടതുണ്ട്. 2023 ഒക്ടോബർ 7 ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം വളരെ ഉയർന്നതാണ്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ് കണക്കുപ്രകാരം കുറഞ്ഞത് 226 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇതിൽ 212 ഫലസ്തീനികളും 4 ഇസ്രായേലുകളും 9 ലബനീസ് പൗരന്മാരും ഒരു സിറിയൻ പൗരനും ഉൾപ്പെടുന്നു. എന്നാൽ ഫലസ്തീനിയൻ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് 240-ൽ അധികം ഫലസ്തീനി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഫലസ്തീനിൽ ഇസ്രായേൽ നടപ്പാക്കുന്ന വംശഹത്യയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും തുടർച്ചയാണിത്. ഗസയിലെ അൽ ഷിഫ, അൽ അഹ്ലി തുടങ്ങിയ ആശുപത്രികൾക്ക് നേരെ ഇതിനു മുമ്പും നിഷ്ഠൂരമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. 100 കണക്കിന് സാധാരണക്കാരാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. സംഘർഷം ആരംഭിച്ചതിനു ശേഷം 200-ലധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് കേവലം കണക്കുകളല്ല, ഓരോ മരണവും ഒരു വ്യക്തിയുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ലോകത്തോട് പറയാൻ ബാക്കി വച്ച യാഥാർത്ഥ്യങ്ങളുടെയും അന്ത്യമാണ്. മാധ്യമപ്രവർത്തകരെ ഇല്ലാതാക്കുന്നതിലൂടെ ഗസയെന്ന തുറന്ന ജയിലിനുള്ളിൽ നടക്കുന്ന ക്രൂരതകളുടെ നേർസാക്ഷ്യങ്ങളെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ലോകം കാണരുതെന്ന് അവർ ആഗ്രഹിക്കുന്ന സത്യങ്ങളെയാണ് അവർ ഭയക്കുന്നത്. ഈ ഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും നിശബ്ദത കുറ്റകരമാണ്. ദുർബലമായ അപലപനങ്ങളിലും പ്രസ്താവനകളിലും ഒതുങ്ങുന്ന പ്രതികരണങ്ങൾ ഇസ്രായേലിന് കൂടുതൽ ആക്രമണങ്ങൾ നടത്താനുള്ള പച്ചക്കൊടിയായി മാറുകയാണ്. അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളും നൽകുന്ന പിന്തുണയാണ് ഇസ്രായേലിൻ്റെ ധാർഷ്ട്യത്തിന് കാരണം. നീതിയും നിയമവും
ഒരു കൂട്ടർക്ക് മാത്രം ബാധകമാവുകയും മറ്റൊരു കൂട്ടർക്ക് അത് ലംഘിക്കാനുള്ള ലൈസൻസായി മാറുകയും ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥ തന്നെ അർത്ഥശൂന്യമായിത്തീരുന്നു. ഇനിയെങ്കിലും ലോകം ഉണർന്നേ മതിയാകൂ. ഫലസ്തീനിലെ ഓരോ നിലവിളിക്കും ലോകത്തിന് ഉത്തരവാദിത്തമുണ്ട്. മാധ്യമപ്രവർത്തകരുടെ കൊലപാതകത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നടത്താനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണം. വെറും വാക്കുകളല്ല, ശക്തമായ നടപടികളാണ് ആവശ്യം. സാമ്പത്തിക ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലൂടെ ഇസ്രായേലിനെ നിയമം അനുസരിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകണം. അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അനീതികളിലൊന്നിന് മൂകസാക്ഷികളായതിന് മാനവരാശി ഒന്നടങ്കം വലിയ വില നൽകേണ്ടി വരും. കാരണം ഇന്ന് ഫലസ്തീനിൽ മരിക്കുന്നത് മനുഷ്യത്വം കൂടിയാണ്. ഖുർആനിൽ നിന്ന്: അവനത്രേ നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ ശാന്തമായി കഴിയത്തക്ക വിധവും പകലിനെ വെളിച്ചമുള്ളതും ആക്കിത്തന്നത്. തീർച്ചയായും കേട്ടു മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം 67-ാം വചനം. തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പുഴി. ശബ്ദം സുഫൈറ പാനായിക്കുളം.